അത്യാവശ്യമായിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് ഇതുപോലൊരു പണി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? സെൽഫ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ സെൽഫ് മോട്ടോർ വർക്ക് ചെയ്യുന്നില്ല, പകരം ഇതുപോലൊരു ക്ലിക്കിംഗ് സൗണ്ട് മാത്രം കേൾക്കാം. ഇന്ന് എനിക്കും ഇങ്ങനൊരു പണി കിട്ടി. സോ ഇന്ന് നമുക്ക് ഈ ഒരു ഇഷ്യൂ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് നോക്കാം. സോ വാട്ട്സ്ആപ്പ് ഫോക്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നിങ്ങളുടെ വണ്ടിയിൽ ഒരു പക്ഷേ ഈ ക്ലിക്കിംഗ് സൗണ്ട് കേൾക്കണമെന്നില്ല. അങ്ങനെ കേട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഫ്യൂസ് ബോക്സ് ആണ്. ഫ്യൂസ് ബോക്സിൽ സ്റ്റാർട്ടറിൻ്റെ ഫ്യൂസ് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ എൻ്റെ കേസിൽ ഈ 30 ആംപിയറിൻ്റെ ഫ്യൂസാണ് സ്റ്റാർട്ടറിൻ്റെ ഫ്യൂസ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഫ്യൂസിന് കുഴപ്പമൊന്നുമില്ല. ഫ്യൂസ് ലിങ്ക് പ്രോപ്പറായിട്ട് കണക്റ്റഡ് ആണ്. ഫ്യൂസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നോക്കാനുള്ളത് സ്റ്റാർട്ടറിൻ്റെ റിലേ ആണ്. ഇവിടെ ഈ കാണുന്നതാണ് സ്റ്റാർട്ടറിൻ്റെ റിലേ. ഇത് ചെക്ക് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വഴി ഫ്യൂസ് ബോക്സിൽ തന്നെയുള്ള മറ്റൊരു സെയിം റിലേയായി എക്സ്ചേഞ്ച് ചെയ്ത് ഇട്ട് നോക്കുക എന്നുള്ളതാണ്. ഇവിടെ എൻ്റെ കേസിൽ ഈ റിലേയും ഫ്യൂസും ഒന്നും അല്ല ഇഷ്യൂ എന്ന് എനിക്കറിയാം. എങ്കിലും ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഏരിയയിലാണ് ഇഷ്യൂ എങ്കിൽ അത് ട്രേസ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. റിലേ സ്വാപ്പ് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടി സെൽഫ് സ്റ്റാർട്ട് വർക്ക് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോഴും മാറ്റമൊന്നുമില്ല, ആ ക്ലിക്കിംഗ് സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിനി സ്റ്റാർട്ടർ അയച്ചെടുക്കുന്ന പരിപാടിയിലേക്ക് കിടക്കാം. സ്റ്റാർട്ടർ അയക്കാനായി ആദ്യം ബാറ്ററിയുടെ ബോക്സ് വലിച്ചു മാറ്റണം. എങ്കിൽ മാത്രമേ സ്റ്റാർട്ടറിൻ്റെ മുകളിലത്തെ ബോൾട്ട് അയച്ചെടുക്കാനുള്ള സ്പേസ് നമുക്ക് കിട്ടത്തുള്ളൂ. ഈ വണ്ടിയിൽ ബാറ്ററി ബോക്സിൻ്റെ കൂടെയാണ് ECU മൗണ്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ECUവിൻ്റെ കപ്ലറും നമുക്ക് അഴിച്ചു മാറ്റണം. മൊത്തത്തിൽ 2 ബോൾട്ടിലാണ് സ്റ്റാർട്ടർ മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഒരു ബോൾട്ട് ഗിയർ ബോക്സിൻ്റെ ഈ ഹോളിനുള്ളിലും മറ്റേ ബോൾട്ട് എഞ്ചിൻ്റെ ബാക്ക് സൈഡിലുമാണ് കൊടുത്തിരിക്കുന്നത്. ബെൽ ഹൗസിങ്ങിനുള്ളിലായി കൊടുത്തിരിക്കുന്ന ബോൾട്ട് അയക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം അഴിക്കാൻ. അഴിക്കുമ്പോൾ ബോൾട്ട് ഗിയർ ബോക്സിനുള്ളിലേക്ക് വീണാൽ പിന്നെ ഗിയർ ബോക്സ് അയച്ചാൽ മാത്രമേ ഈ ബോൾട്ട് എടുക്കാൻ സാധിക്കുകയുള്ളൂ. 6mm അലൺ ബോൾട്ടുകളാണ് സ്റ്റാർട്ടർ മൗണ്ട് ചെയ്യാനായിട്ട് ഈ ഒരു എഞ്ചിനിൽ കൊടുത്തിരിക്കുന്നത്. ഈ ബോൾട്ട് അയച്ചു കഴിഞ്ഞാൽ നമുക്കിനി നേരെ വണ്ടിയുടെ അടിയിലോട്ട് പോകാം. ആദ്യമേ നമുക്ക് സ്റ്റാർട്ടറിൻ്റെ സോളിനോയിഡ് സ്വിച്ചിലേക്കുള്ള 2 വയർ കണക്ഷനുകൾ റിമൂവ് ചെയ്യണം. ഒന്ന് ബാറ്ററിയിൽ നിന്നും ഡയറക്റ്റ് വരുന്ന കണക്ഷനും രണ്ടാമത്തത് കീ സ്വിച്ചിൽ നിന്നുള്ള കണക്ഷനും. സ്റ്റാർട്ടർ റിമൂവ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നിങ്ങളുടെ ബാറ്ററിയുടെ ടെർമിനൽ റിമൂവ് ചെയ്തെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ സ്റ്റാർട്ടറിൻ്റെ വയറിംഗ് അഴിക്കാവുള്ളൂ. ബാറ്ററിയിൽ നിന്നുള്ള പോസിറ്റീവിൻ്റെ മെയിൻ കണക്ഷൻ അയച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ളത് കീ സെറ്റിൽ നിന്നുള്ള ഈ ഒരു കണക്ഷനാണ്. 10mm നട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതും കൂടി നമുക്ക് റിമൂവ് ചെയ്യാം. ഇപ്പോൾ സ്റ്റാർട്ടറിലേക്കുള്ള കണക്ഷൻസ് എല്ലാം നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ 6mm അലൻ ബോൾട്ട് കൂടെ റിമൂവ് ചെയ്ത് നമുക്ക് ഈ സ്റ്റാർട്ടറിളക്കി എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടർ മോട്ടർ. സ്റ്റാർട്ടർ മോട്ടറിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ഒന്നുകിൽ നമുക്ക് ഈ മോട്ടർ സർവീസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ മോട്ടർ റീപ്ലേസ് ചെയ്ത് പുതിയൊരു മോട്ടർ ഇൻസ്റ്റാൾ ചെയ്യാം. ഇവിടെ ഞാൻ ഈ മോട്ടർ കംപ്ലീറ്റ് ആയിട്ട് റീബിൽഡ് ചെയ്യാൻ പോവുകയാണ്. സ്റ്റാർട്ടർ മോട്ടർ എങ്ങനെ റീബിൽഡ് ചെയ്യാമെന്നും എന്തായിരുന്നു ഇതിൻ്റെ ഇഷ്യൂ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. തൽക്കാലം ഞാൻ ഇപ്പോഴും ഈ മോട്ടർ റീബിൽഡ് ചെയ്തുകൊണ്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ റീബിൽഡ് ചെയ്ത സ്റ്റാർട്ടർ. ഇനി നമുക്കിതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ ഇഷ്യൂ സോൾവ് ആയെന്ന് നോക്കാം. സ്റ്റാർട്ടർ ഇൻസ്റ്റാൾ ചെയ്യാൻ ആദ്യം സ്റ്റാർട്ടർ കറക്റ്റ് പൊസിഷനിൽ വെച്ച് അലൈൻ ചെയ്തതിന് ശേഷം താഴത്തെ ബോൾട്ട് ഇടുക. താഴത്തെ ബോൾട്ട് ഇട്ട് കഴിഞ്ഞാൽ നേരത്തെ ഇളക്കി മാറ്റിയ കീ സെറ്റിൽ നിന്നുള്ള കണക്ഷനും ബാറ്ററിയിൽ നിന്നും ഡയറക്റ്റ് വരുന്ന കണക്ഷനും ഇൻസ്റ്റാൾ ചെയ്യാം. ഇത്രയുമായാൽ താഴത്തെ വർക്ക് കഴിഞ്ഞു. ഇനിയുള്ള വർക്ക് മുകളിലാണ്. ബെൽ ഹൗസിങ്ങിനുള്ളിലെ ബോൾട്ട് കൂടി ഇൻസ്റ്റാൾ ചെയ്താൽ സ്റ്റാർട്ടർ സൈഡിലെ വർക്കെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ബാറ്ററി എടുത്ത് വെച്ച് വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ടോ നോക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ECUവിൻ്റെ കപ്ലറെല്ലാം പ്രോപ്പറായി കണക്ട് ചെയ്ത് ലോക്ക് ചെയ്തെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ ബാറ്ററി ടെർമിനൽ കണക്ട് ചെയ്യാവുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ECUവിന് ഇൻറ്റേർണലി എന്തെങ്കിലും ഡാമേജ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ ഇഷ്യൂ ഒക്കെ സോൾവ് ആയോ, വണ്ടി സ്റ്റാർട്ടാവോ എന്നൊക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ ഇഷ്യൂ ഒക്കെ സോൾവ് ആയിട്ടുണ്ട്. വണ്ടി ഒരു പ്രശ്നം കൂടാതെ തന്നെ സ്റ്റാർട്ടാവുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയിൽ ഞാൻ വരാം. അതുവരെയ്ക്കും ഗുഡ് ബൈ.